ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഒരു അറബിക് സ്നാക്സ് ആണ് കേട്ടോ. ഫലാഫൽ. ഇത് കഴിക്കാൻ വളരെ രുചികരമാണ്, അതുകൊണ്ട് വളരെ ഈസിയുമാണ്. ഈ റെസിപ്പി നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം തയ്യാറാക്കി കൊടുക്കാം. എന്നാൽ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ. ഇനി നമുക്ക് 250 ml 2 കപ്പ് വെള്ളക്കടല എടുത്ത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്കൊന്ന് കുതിർത്തിയിടാം. രാവിലെ എടുത്ത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല തരിതരിപ്പായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 6 വെളുത്തുള്ളി ചുളയും ഒരു 3 പച്ചമുളകും, ഇതിൽ പച്ചമുളകൊന്നും ചേർക്കില്ല, പക്ഷേ നമുക്ക് നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് നമുക്ക് എരിവ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ആകാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ പീസുകളാക്കിയതും, ഒരു പിടി മല്ലിയില, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും, 1 ടീസ്പൂൺ മല്ലിയും നമുക്കിതിലേക്ക് ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. പൊടിച്ചെടുത്ത് മാറ്റിവെച്ച നമ്മുടെ ഈ കടലപ്പൊടിയിലേക്ക് നമുക്ക് അരച്ചെടുത്ത നമ്മുടെ ഈ മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഒന്ന് അരച്ചെടുക്കാൻ. അത് മിക്സിയുടെ ജാറിൽ നിന്ന് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് വേണം ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു കളറിനായിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ഇല പാഴ്സലി ലീഫാണ് കേട്ടോ. പാഴ്സലി ലീഫ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് മല്ലിയില നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാൻ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടി അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടി, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിൻ്റെ പൊടിയിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കി എടുക്കണം. ടൈറ്റാവുന്നത് വരെ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഈ കൂട്ട് നല്ല ടൈറ്റാക്കിയിട്ട് നമുക്ക് എടുക്കാം. മല്ലിയില കൂടുതൽ ചേർക്കുന്നത് ഈ സ്നാക്സ് വേവിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഉൾഭാഗം പച്ച കളറിലായിരിക്കും ഇരിക്കുക. പാഴ്സലി ലീഫ് ചേർക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് കാണും. നമുക്കത് കിട്ടാത്തത് കൊണ്ട് മല്ലിയില വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കുറച്ച് മല്ലിയില കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. വളരെ രുചികരവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്സാണിത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി ഇതിൽ നിന്നും ഒരു പിടിയെടുത്ത് ഉരുട്ടി ഒരു ബോൾ പോലെയാക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ബോൾ പോലെയാക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. അതല്ല നിങ്ങൾക്ക് കട്ട്ലറ്റ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ രൂപത്തിലാണ് കേട്ടോ എല്ലാതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതും കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ചെയ്തെടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വറുക്കാൻ ആവശ്യമായ ഓയിലാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മുങ്ങിപ്പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം നമുക്ക് എടുക്കാൻ. നന്നായിട്ട് ഇത് ചൂടാവണം, തിളച്ച് വരിക തന്നെ വേണം. അത്രയും ചൂടിൽ തന്നെ വേണം ഇത് ഉണ്ടാവാൻ. ഞാനിതിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് കോരി മാറ്റാം. എൻ്റെ വീഡിയോ കോരി മാറ്റുന്നത് മിസ്സായി പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ ഫലാഫൽ സ്നാക്സ്. വളരെ രുചികരമാണ് കേട്ടോ. നമുക്കിത് മയോണൈസിൻ്റെ കൂടെയോ ഇതുപോലെ നമുക്ക് സോസ് ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കാം. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണിത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യൂ.